ഇവിടെ മത്സരിക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി പരാജയപ്പെടുമെന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇപ്പോൾ BJP ആദ്യം സ്ഥാനാർത്ഥിയെ നിർത്തുന്നതെന്ന് പറഞ്ഞു. പിന്നെ ഏതോ ഒരു പാർട്ടിയിൽ നിന്ന് ആരോ ഒരാളെ കണ്ടുപിടിച്ച് സ്ഥാനാർത്ഥിയാക്കി ചിഹ്നം കൊടുത്തു. അവരും പറയുന്നത് ഞങ്ങൾ ജയിക്കുമെന്നാണ് പറയുന്നത്. 8 കൊല്ലം 10 കൊല്ലം ഇവിടെ 9 കൊല്ലം ഇവിടെ MLA ആയിരുന്ന ആൾ പറയുന്നത് ഞാൻ ജയിക്കും. അപ്പോൾ ഇവിടെ ജയിക്കുന്നത് ആരാണെന്നുള്ളത് സാമാന്യ വിവരമുള്ള സകല ആളുകൾക്കും അറിയാം. കാരണം ഇത് ഒരു രാഷ്ട്രീയ മത്സരമാണ്. കഴിഞ്ഞ 9 വർഷമായി കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അവരുടെ അഴിമതിക്കെതിരെ നിരന്തരമായി പോരാട്ടം നടത്തുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയും തമ്മിലുള്ള ഒരു രാഷ്ട്രീയ മത്സരമാണ് ഇവിടെ നടക്കുന്നത്. ഈ രാഷ്ട്രീയ മത്സരത്തിൽ ഈ 2 മുന്നണിക്കല്ലാതെ മറ്റൊരു മുന്നണിക്കും ഒരു പ്രസക്തിയില്ല. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കുമെന്നുള്ള ചോദ്യം അപ്രസക്തമാണ്. ഞങ്ങൾക്ക് വിജയത്തെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കാനാവില്ല. കാരണം ഇത് 2026 ഒരു ഭരണമാറ്റം ഉണ്ടാകുന്നതിൻ്റെ കേളികൊട്ടുമായിട്ടാണ് ഈ ബൈ ഇലക്ഷൻ വന്നിരിക്കുന്നത്. അതിൽ ഞങ്ങൾക്ക് വിജയിച്ചേ പറ്റൂ, മറ്റൊന്നിനെക്കുറിച്ച് ഞങ്ങൾക്ക് ചിന്തിക്കാനാവില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചിരിക്കും. ജയിക്കാൻ ആവശ്യമായ വളരെ സിസ്റ്റമാറ്റിക്കായ പ്രവർത്തനം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ജനങ്ങൾ 9 വർഷമായി നടക്കുന്ന ഈ ദുർഭരണത്തിനെതിരെ വിധി എഴുതാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ കഴിഞ്ഞ കുറേ നാളുകളായി നടക്കുന്ന എല്ലാ ബൈ ഇലക്ഷനിലും നമ്മൾ ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ആദ്യമായി PT തോമസ് മരിച്ചു, അവിടെ തെരഞ്ഞെടുപ്പ് വന്നു. PT തോമസിന് കിട്ടിയതിൻ്റെ 3 ഇരട്ടി വോട്ടിനാണ് നമ്മളവിടെ ജയിച്ചത്. അത് കഴിഞ്ഞ് ശ്രീ ഉമ്മൻചാണ്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടിക്ക് പോലും ജീവിതത്തിൽ കിട്ടാത്ത ഭൂരിപക്ഷമാണ് ചാണ്ടി ഉമ്മൻ അവിടെ കിട്ടിയത്. പിന്നെ 3ാമത് ഷാഫി പറമ്പൻ പാർലമെൻറ്റ് അംഗമായി വടകരയിൽ മത്സരിച്ച് ജയിച്ച പശ്ചാത്തലത്തിൽ അവിടെ ഒരു വന്നു. അവിടെയും നമ്മൾ വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ തിരഞ്ഞെടുത്തത്. തൊട്ടടുത്ത് നമുക്കറിയാം രാധാകൃഷ്ണൻ പാർലമെൻറ്റിലേക്ക് പോയി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ഭൂരിപക്ഷം കുറച്ച് 5000 വോട്ടായി കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞു. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ താഴെ ഇറക്കാൻ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. അതിൻ്റെ ഒരു കേളികൊട്ടാണ് ഈ ബൈ ഇലക്ഷൻ. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ UDF ജയിച്ചിരിക്കും. വേറെ ഒരു കാരണവശാലും ഞങ്ങൾക്ക് പരാജയത്തെക്കുറിച്ച് ചിന്തിക്കാനാവില്ല. കേരളത്തിലെ ജനങ്ങളിൽ ഞങ്ങൾക്ക് ഉത്തമ വിശ്വാസമുണ്ട്. കഴിഞ്ഞ 9 വർഷമായി അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകൾ, വേദനകൾ, യാതനകൾ, അതിനൊരു അറുതി വരുത്തണ്ടേ? അറുതി വരണമെങ്കിൽ ഈ 3 ബൈ ഇലക്ഷനിൽ ജനങ്ങൾ ആർക്കാണോ വോട്ട് ചെയ്തത് ഈ ബൈ ഇലക്ഷനും അവർക്ക് തന്നെ വോട്ട് ചെയ്യും. ശ്രീ ആര്യാടൻ ഷൗക്കത്ത് വൻപിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കും. പഴയ കാലത്താണ് ഈ അന്തർധാര എന്ന് പറയുന്ന വാക്ക്. അന്തർമുഖൻ, അന്തർധാര എന്നൊക്കെ പറയുന്നത് ഒളിച്ചിരുന്ന് ചെയ്യുന്ന പണിക്കാണ്. ഇപ്പോൾ ഒളിച്ചിരുന്നല്ലല്ലോ പണി ചെയ്യുന്നത്, ഇപ്പോൾ പരസ്യമായിട്ടാണല്ലോ. ഇപ്പോൾ കേരളത്തിൽ നമുക്കറിയാമല്ലോ, രാജ്ഭവനിൽ ഇപ്പോൾ ഒരു സംഭവം നടന്നല്ലോ. ഭാരതമാതാവിൻ്റെ ചിത്രം BJPയുടെ കൊടിവെച്ച് അവിടെ ചെയ്തു. CPI കാണിച്ച ഒരു തൻ്റെ ഇടം പോലും കേരളത്തിലെ മുഖ്യമന്ത്രി കാണിച്ചില്ലല്ലോ. കാണിച്ചോ? മാത്രമല്ല, തൃശ്ശൂർ പൂരം കലക്കി. ആ കലക്കിയ സമയത്ത് CPIയുടെ മന്ത്രി അന്നത്തെ ADGPയെ വിളിച്ചല്ലോ. അദ്ദേഹം പറയുകയാണ് ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയെന്ന്. ഇത്തരം കുംഭകർണന്മാരെയാണോ നിങ്ങൾ പോലീസ് സേനയിൽ വെച്ചിരിക്കുന്നത്? തൃശ്ശൂർ പൂരം കലക്കാൻ BJPയും RSSും മനഃപൂർവ്വം ശ്രമിക്കുന്നു എന്ന് ഒരു മുന്നറിയിപ്പ് കേരളത്തിൽ പിണറായി വിജയൻ്റെ ക്യാബിനറ്റിൽ ഒരു മന്ത്രി കൊടുത്തിട്ട്, പിണറായി വിജയൻ്റെ മനസ്സാക്ഷി സൂക്ഷിക്കുന്ന, പിണറായി വിജയനും RSSുമായി ഒരു പാലം കെട്ടാൻ സഹായിക്കുന്ന നമ്മുടെ ADGP, അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന മൊഴി ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയെന്നാണ്. അപ്പോൾ ഇത്തരം ആളുകൾ ഉറങ്ങുന്നവനെ വിളിച്ചുകൊടുത്താം, ഉറക്കം നടിക്കുന്നവനെ വിളിച്ചുകൊടുത്താൻ പറ്റുമോ? ഇപ്പോൾ അന്തർധാരയൊന്നുമില്ല, പരസ്യമായി ധാരണയാണ്. കാരണം അവരുടെ മുദ്രാവാക്യവും ഇടതുപക്ഷത്തിൻ്റെ മുദ്രാവാക്യവും ഒന്നാണ്. എന്തിനാ BJP നിൽക്കുന്നത്? കോൺഗ്രസ് മുക്ത ഭാരതം ഉണ്ടാക്കാൻ. മഹാത്മാഗാന്ധി ഇല്ലാത്ത ഇന്ത്യ, ജവഹർലാൽ ഇല്ലാത്ത ഇന്ത്യ, ഇന്ദിരയില്ലാത്ത ഇന്ത്യ, കോൺഗ്രസ് ഇല്ലാത്ത ഇന്ത്യ. കഴിഞ്ഞ 55 വർഷക്കാലം കോൺഗ്രസ് ഉണ്ടാക്കിയ മുഴുവൻ തച്ചുടയ്ക്കുന്ന ഒരു ഇന്ത്യ. ആ ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ് നരേന്ദ്രമോദി നിലകൊള്ളുന്നത്. കമ്മ്യൂണിസ്റ്റുകാരന് അന്ധമായ കോൺഗ്രസ് വിരോധം. കോൺഗ്രസിനെ തകർക്കാൻ ഞങ്ങൾ ഏത് ചെകുത്താനെയും കൂട്ടുപിടിക്കുമെന്നാണ് പറഞ്ഞേ. അപ്പോൾ ആ ചെകുത്താനും അവരുമായി ഒരു അന്തർധാരയില്ല, പരസ്യമായ ധാരണയാണ്. കോൺഗ്രസ് തോക്കണം. കാര്യം കോൺഗ്രസ് തോക്കണം. ഈ രാജ്യം ഒരു ഹിന്ദു രാഷ്ട്രമാക്കാൻ ഈ നരേന്ദ്രമോദിക്ക് ഈ രാജ്യത്തെ തീരെഴുതി കൊടുക്കുന്ന പ്രവർത്തനമാണ് ഇപ്പോൾ പിണറായി വിജയൻ നടത്തുന്നത്. ഇവർ രണ്ടുപേരും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളാണ്. അതുകൊണ്ട് അന്തർധാരയൊന്നുമില്ല, പരസ്യമായ ധാര തന്നെയാണ്. PV Anwar ഫാക്ടറാവാനുള്ള സാധ്യത വല്ലതുമുണ്ടോ? പുള്ളി ഞാൻ പറഞ്ഞല്ലോ, പുള്ളിയെക്കുറിച്ച് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമില്ല. കാരണം പുള്ളി കഴിഞ്ഞ
9 വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അഴിമതി, കെടുകാര്യസ്ഥത, അതുപോലെ തന്നെ ധൂർത്ത്, ഇതിനെതിരെ നമ്മൾ സമരം ചെയ്യുമ്പോൾ പിണറായി വിജയൻ്റെ വലം കൈയായി നിന്ന് ഇവൻ പിണറായി വിജയന് വേണ്ടി രാഹുൽ ഗാന്ധിയുടെ DNA പോലും ചോദ്യം ചെയ്ത ആളാണ്. മനസ്സിലായില്ലയോ? 9 വർഷക്കാലം പിണറായി വിജയൻ്റെ ഒരു മെഗാഫോണായി പ്രവർത്തിച്ച ഒരാൾ 9 വർഷം കഴിഞ്ഞ് 1 വർഷം അതിൽ നിന്ന് വിട്ടുമാറി വന്നിട്ട് പറയുകയാണ് ഞാനാണ്. അത് പണ്ട് കുറുക്കൻ പറഞ്ഞ പോലെയുള്ളൂ, കുറുക്കൻ രാജാവായതുപോലെയുള്ളൂ. അതുകൊണ്ട് പോരാട്ടം നടക്കുന്നത് LDFും UDFും ആയിട്ടാണ്. ആ UDFിനെ ഇപ്പോൾ പലരും തെറി പറയുന്നുണ്ട്. മനസ്സിലായി? ഇപ്പോൾ എൻ്റെ സംശയം എന്താണ്? എൻ്റെ സംശയം പിണറായി വിജയൻ്റെ B ടീമായി പലരും മാറുകയാണോ എന്നുള്ളതാണ് സംശയം. പിണറായിസമൊക്കെ പോയല്ലോ, മരുമോനിസം പോയല്ലോ, ഇപ്പോൾ സതീശനിസം മാത്രമാണ് വിഷയം. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പുള്ളിയുടെ മുഖ്യ ശത്രു പിണറായി വിജയനല്ല, UDF ആണ്, കോൺഗ്രസ് ആണ്, പ്രതിപക്ഷ നേതാവാണ്. ഞാൻ കാസർഗോഡ് MP ആണ്. കാസർഗോഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, 1952 ഇന്ത്യയുടെ 1ാമത്തെ പ്രതിപക്ഷ നേതാവായ ശ്രീ AK ഗോപാലൻ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ വെല്ലുവിളിച്ചൊരു മണ്ഡലമാണ് കാസർഗോഡ്. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ കാസർഗോഡ് ഒന്ന് മത്സരിക്കാൻ? കാരണം കയ്യൂർ, കരുവള്ളൂർ, കാവുമ്പായ, ചീമേനി, അതുപോലെ തന്നെ ബേടകം, പിന്നെ അങ്ങനെ എത്രയോ രക്തസാക്ഷികൾ. അപ്പോൾ രാവണീശ്വരം അടക്കമുള്ള പാർട്ടി ഗ്രാമങ്ങൾ നിറഞ്ഞ ആ സ്ഥലത്ത് MP ആണ് ഞാൻ. അവിടെ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, മുസ്ലിം ലീഗ്, യൂത്ത് ലീഗ്, വനിതാ ലീഗ്, അതുപോലെ തന്നെ STU, അത് കഴിഞ്ഞാൽ പിന്നെ KMCC, പച്ചപ്പട, വെള്ളപ്പട, പടകളുടെ ഒരു പട തന്നെയാണ് അവിടെ. അപ്പോൾ മുസ്ലിം ലീഗ് ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനം അക്ഷരം പ്രതി അണികൾ അനുസരിക്കും. ഇവിടെ മുസ്ലിം ലീഗാണ് ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണെങ്കിലും എന്നെ വിജയിപ്പിച്ചതുപോലെ മുസ്ലിം ലീഗിൻ്റെ അഭിമാന പ്രശ്നമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കേണ്ടത്. അതുകൊണ്ട് അവർ ശ്രീ ആര്യാടൻ ഷൗക്കത്തിനെ ജയിപ്പിച്ചിരിക്കും. ഞങ്ങളുടെ സ്ഥാനാർത്ഥി, കോൺഗ്രസ് സ്ഥാനാർത്ഥി, UDF സ്ഥാനാർത്ഥി, അവരെ ലീഗ് ഏറ്റെടുത്തു കഴിഞ്ഞു. ഇനി ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. UDF ഒറ്റക്കെട്ടാണ്. കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF ഒറ്റക്കെട്ടാണ്. ഒരേ മനസ്സും ഒരേ ശരീരവുമായി മുന്നേറുന്നു. യാതൊരു തർക്കവും വേണ്ട. ഇത്തവണ ഒരു ശക്തിക്കും UDFിനെ കീഴ്പ്പെടുത്താനാവില്ല. മാർക്സിസ്റ്റ് പ്രവർത്തകർ UDFിലേക്കല്ല വരുന്നത്, അവർ പോകുന്നത് BJPയിലേക്കാണ്. കാരണം അവരിപ്പോൾ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ അവർ BJPയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം വൈരുദ്ധ്യാത്മക ഭൗതികവാദമൊക്കെ പോയി ഇപ്പോൾ BJPയിലാണ് മാർക്സിസ്റ്റുകാർക്ക് വിശ്വാസം. നിങ്ങൾ ബംഗാളിൽ പോയി നോക്ക്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുഴുവൻ ഓഫീസുകളും ഇന്ന് BJPയുടെ ഓഫീസാണ്. കേരളത്തിലും സമാനമായി അന്ധമായ കോൺഗ്രസ് വിരോധം വെച്ച് മുന്നോട്ട് പോയാൽ സകല മാർക്സിസ്റ്റുകാരും അവസാനം BJPയിൽ അഭയം പ്രാപിക്കും. ഇവിടുത്തെ ഓഫീസുകൾ അവർ പിടിച്ചെടുക്കും. കോടാനുകോടി രൂപയുടെ സ്വത്തുക്കളാണ് പാർട്ടിക്കുള്ളത്. ആ സ്വത്തും അവസാനം BJP ചെന്ന് ചേരും എന്നുള്ള കാര്യം തർക്കം വേണ്ട. അതുകൊണ്ട് കോൺഗ്രസ് അല്ല മുഖ്യ ശത്രു, രാജ്യത്തിൻ്റെ മുഖ്യ ശത്രു BJP ആണെന്ന് ഇനിയെങ്കിലും പിണറായി വിജയൻ മനസ്സിലാക്കണം.